ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് പ്രിൻസ് എന്ന നമ്മുടെ നായകന്റെ വിവാഹ ദിവസമാണ്. അയാളൊരു വലിയ ഫാഷൻ ഡിസൈനർ ആയിരുന്നു. ടൗണിൽ ഒരു ബൊട്ടിക്ക് കൂടി നടത്തുന്നുണ്ട്. എല്ലാവരും കല്യാണ തിരക്കിലായിരുന്നു. പ്രിൻസ് ആകട്ടെ കാറിനകത്ത് ടെൻഷൻ അടിച്ചിരിപ്പാണ്. വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാകട്ടെ ഇതുവരെയും മേക്കപ്പ് ഒന്നും കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടില്ല. അത് കാരണം പള്ളിയിലേക്ക് പോകാൻ എല്ലാവരും ലേറ്റ് ആവുകയായിരുന്നു. കഥ ഇനി ഇവിടെ നിന്നും ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. പ്രിൻസിന്റെ ലൈഫ് എന്താണെന്നും അവൻ ആരെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്നും ഒക്കെ നമുക്ക് കാണാം. ചക്കാട്ടിൽ ബേബിക്കും ജാൻസിക്കും 3 ആൺമക്കളായിരുന്നു. അതിൽ ഏറ്റവും മൂത്ത ആളാണ് പ്രിൻസ്, രണ്ടാമത്തത് ജിൻസ്, മൂന്നാമത്തത് ഷിൻസ്. ഇന്നത്തെ ദിവസം ഇവിടെ രണ്ടാമത്തെ ആളായ ജിൻസിന്റെ വിവാഹ ഉറപ്പിക്കൽ ചടങ്ങാണ് നടക്കുന്നത്. ഏറ്റവും ഇളയ ഷിൻസ് ആകട്ടെ നേരത്തെ തന്നെ വിവാഹം കഴിച്ച ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. ഏറ്റവും മൂത്ത പ്രിൻസിന്റെ വിവാഹം ഇതുവരെ നടന്നിട്ടില്ല. ഇവരെ അധികം അറിയാത്ത ആൾക്കാരെല്ലാം വന്നിട്ട് പ്രിൻസിനോട് ചോദിക്കുകയും ചെയ്യുമായിരുന്നു, എന്തുകൊണ്ടാണ് നിന്റെ വിവാഹം ഇതുവരെ നടക്കാഞ്ഞത്? നിന്റെ ഏറ്റവും ഇളയ അനിയൻ കെട്ടി രണ്ടാമത്തെ ആളിത കെട്ടാൻ പോകുന്നു. എന്നാൽ പ്രിൻസിനെ സംബന്ധിച്ച് അവന്റെ മനസ്സിനിണങ്ങിയ പെണ്ണിനെ ഇതുവരെ അവന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ വീട്ടില് അവന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് റൂം കെട്ടാൻ വേണ്ടിയിട്ട് തറയൊക്കെ അവൻ കെട്ടിയിട്ടുണ്ട്. എന്നാൽ വിവാഹം ഒന്നും ശരിയാകാത്ത കാരണം ആ റൂം ഇതുവരെയും കെട്ടിത്തീർത്തിട്ടില്ല. തന്റെ വിവാഹം എന്തെങ്കിലും കഴിയുമോ, ഈ റൂമിന്റെ ആവശ്യം തനിക്ക് വരുമോ എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു അവന്റെ മനസ്സിൽ. അങ്ങനെ ആദ്യത്തെ അനിയന്റെ വിവാഹം നടത്തിയ ശേഷം രണ്ടാമത്തെ അനിയന്റെ വിവാഹം നടത്താൻ പോവുകയാണ് പ്രിൻസ്. അതിന്റെ തിരക്കുകളിലായിരുന്നു അയാള്. ആ കല്യാണ തിരക്കുകളിൽ മുഴുകുമ്പോഴും പ്രിൻസിന്റെ മനസ്സിൽ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. തന്റെ വിവാഹം ഇതുവരെയും കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന്. വിവാഹത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഓടി നടന്നു നോക്കുന്നത് പ്രിൻസ് ആയിരുന്നു. പ്രിൻസിന്റെ അച്ഛൻ ബേബി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട്. ഇപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന നമ്മുടെ ജിൻസ് ആകട്ടെ ഗൾഫിലായിരുന്നു. വിവാഹം നടത്താൻ വേണ്ടിയിട്ടാണ് അവൻ നാട്ടിലേക്ക് വന്നത്. കുറച്ചു കാലമായിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ നിൽക്കുന്ന കാരണം ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും പ്രിൻസിനോടായിരുന്നു അവനെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ വിവാഹമൊക്കെ മംഗളമായിട്ട് നടന്നു. അത്രയും കാലം ജിൻസും പ്രിൻസും ഒരു റൂമിലാണ് കിടന്നുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ പ്രിൻസിന് ആ റൂമിൽ കിടക്കാൻ പറ്റില്ല. കാരണം ജിൻസ് വിവാഹം കഴിച്ചല്ലോ. അവർ രണ്ടുപേരും ആ റൂമങ്ങ് കയ്യേറി. പ്രിൻസ് പുറത്തുപോയി. വീട്ടിലാകട്ടെ ആകെ 3 റൂമേ ഉള്ളൂ. ഒരു റൂം ജിൻസ് കയ്യേറി. രണ്ടാമത്തതിലെ ഷിൻസും ഫാമിലിയും. മൂന്നാമത്തതിലാണ് അവന്റെ പപ്പയും അമ്മയും കിടക്കുന്നത്. തൽക്കാലം അവൻ അവരുടെ കൂടെ പോയി കിടക്കുന്നു. കാരണം വേറെ എവിടെയും കിടക്കാൻ നിർവാഹമില്ല. ഇവർ രണ്ടുപേരും നല്ല കൂർക്കം വലിയായ കാരണം അവന് നല്ലപോലെ ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അടുത്ത സീനിൽ നമ്മളെ കാണിക്കുന്നത് സഫിയ എന്നും അനിലെന്നും പറയുന്ന ദമ്പതിമാരെയാണ്. പ്രണയിച്ച് വിവാഹം കഴിച്ച് ഇവർക്ക് 2 പേർക്കും കുട്ടികളൊന്നും തന്നെയില്ല. ഇവർ രണ്ടുപേരും ചേർന്നിട്ട് വീട്ടിലൂണെന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി നടത്തുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ടൗണിലുള്ള പ്രിൻസിന്റെ ബൊട്ടീക്കില് ക്ലീനിങ് ജോലിയെല്ലാം തന്നെ ചെയ്യുന്നതും സഫിയാണ്. പ്രിൻസിന്റെ സുഹൃത്തും പ്രിൻസിന്റെ ഷോപ്പിൽ ജോലിയെല്ലാം ചെയ്യുന്ന വ്യക്തിയായിരുന്നു കൃഷ്ണകുമാർ എന്ന ആള്. പ്രിൻസിന് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. പെൺകുട്ടികളെ നന്നായിട്ട് ഒരുക്കി മേക്കപ്പ് എല്ലാം ചെയ്യാൻ തന്നെ അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്ന രീതിയിലെല്ലാം തന്നെ പ്രിൻസ് അവരെ റെഡിയാക്കും. സഫിയ പ്രിൻസിന് വേണ്ടിയിട്ട് ഒരുപാട് പെൺകുട്ടികളെ കല്യാണം ആലോചിച്ചെങ്കിലും ഒന്നും തന്നെ ശരിയായില്ല. പ്രിൻസ് ഓരോ പെൺകുട്ടിയെ കാണുമ്പോഴും അവളുടെ ചരിത്രം മുഴുവൻ അന്വേഷിക്കും. എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെയോ ചെയ്യുന്നത് എന്നെല്ലാം തന്നെ അന്വേഷിച്ച് കണ്ടെത്തും. അങ്ങനെയാണ് ഒരുപാട് പെൺകുട്ടികളെ അവൻ റിജക്ട് ചെയ്തത്. നീ ഇങ്ങനെ ചരിത്രം അന്വേഷിക്കാൻ നടന്നു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഒരു കല്യാണം നിനക്ക് നടക്കാൻ പോകുന്നില്ല എന്നാണ് സഫിയ പറയുന്നത്. അവിടുത്തെ ജോലി തീർത്ത ശേഷം സഫിയ ആകട്ടെ തന്റെ വീട്ടിലൂണ് പരിപാടിയിലേക്ക് കടന്നു. ഒരുപാട് ആൾക്കാർ അവിടെ ആഹാരം കഴിക്കാൻ വരുമായിരുന്നു. അവിടെ വരുന്ന എല്ലാവർക്കും തങ്ങളുടെ വീട്ടിലെ ആൾക്കാരെ പോലെ തന്നെയായിരുന്നു സഫിയ ആഹാരം വിളമ്പിക്കൊണ്ടിരുന്നത്. ശില്പ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും അവളുടെ കാമുകനും അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട്. അവളുടെ കാമുകനാകട്ടെ അവളോട് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അത് പറ്റില്ല എന്നൊക്കെ അവൾ പറയുന്നു. നിനക്കിന്ന് ക്ലാസ് ഇല്ലേ, മര്യാദയ്ക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ പൊക്കളാൻ സഫിയ അവളെ ഉപദേശിക്കുന്നുണ്ട്. കൃഷ്ണകുമാറിനെ പ്രിൻസ് കേക്ക് എന്നാണ് വിളിക്കുന്നത്. കേക്ക് എപ്പോഴും പ്രിൻസിനെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. പെൺകുട്ടികളെ മനസ്സിലാക്കാനുള്ള കഴിവില്ല, അതുകൊണ്ട് അതിന്റെ കല്യാണം നടക്കാത്തതെന്ന്. എന്റെ പ്രശ്നം ഇപ്പൊ കല്യാണത്തിനേക്കാളും എന്റെ കിടപ്പുമുറിയാണെന്നാണ് അവൻ പറയുന്നത്. ജിൻസ് നാട്ടിൽ നിന്നും തിരിച്ചു പോയിട്ട് വേണം എനിക്ക് എന്റെ മുറി തിരിച്ചു വാങ്ങിക്കാൻ. അങ്ങനെ ഇതൊക്കെ ആലോചിച്ച് പ്രിൻസ് വീട്ടിലെത്തുമ്പോൾ അവിടെ കേക്ക് കട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ജിൻസിന്റെ വൈഫ് പ്രഗ്നന്റ് ആണെന്ന്. അതായത് കല്യാണം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു മാസമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് അവൾ പ്രഗ്നന്റ് ആയിരിക്കുന്നു. ഇത് കേട്ട് പ്രിൻസിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ ജിൻസിന് നല്ല വഴക്ക് കൊടുക്കുന്നു. നിനക്കൊന്ന് വെയിറ്റ് ചെയ്തുകൂടായിരുന്നു എന്ന് ചോദിക്കുന്നു. കാരണം അനിയന്മാരെല്ലാം കിട്ടി കുട്ടികളും കൂടെ ആവുമ്പോഴേക്കും പ്രിൻസിന്റെ മേലുള്ള പ്രഷർ കൂടിക്കൊണ്ടേയിരിക്കും. അവന് തിരിച്ച് ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബാഗ് വാങ്ങിയിട്ടാണ് പ്രിൻസ് വന്നത്. എന്നാൽ അവൻ പറയുന്നുണ്ട് ഇനിയിപ്പോ ഈ ബാഗിന്റെ ആവശ്യമില്ലാന്ന്, താൻ പോകുന്നില്ലാന്ന്. തന്റെ അവിടുത്തെ ജോലി ഏകദേശം പോയിരിക്കുകയാണ്, അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലാന്ന്. അതോടുകൂടി റൂം തിരിച്ചു കിട്ടുന്നുള്ള അവന്റെ പ്രതീക്ഷ നഷ്ടമായി. അങ്ങനെ ബോറിംഗ് ആയിട്ട് അവന്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആനുവൽ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവൻ തൊട്ടപ്പുറത്തുള്ള ബാങ്കിലേക്ക് പോകുന്നു. അവിടുത്തെ ബാങ്ക് മാനേജറിനെ എല്ലാം തന്നെ അവന് നല്ല പരിചയം ഉണ്ടായിരുന്നു. അവരതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വരുന്ന അന്ന എന്ന് പറയുന്ന പെൺകുട്ടി അവിടേക്ക് വരുന്നു. ബാങ്ക് മാനേജർ പ്രിൻസിനെ അന്നയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പ്രിൻസിന്റെ ആനുവൽ സ്റ്റേറ്റ്മെന്റ് താൻ എടുത്തു കൊടുക്കാനും പറയുന്നു. ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ അവൾ തന്റെ ലഗേജ് ഒക്കെ ആയിട്ടായിരുന്നു വന്നിരുന്നത്. ആനുവൽ സ്റ്റേറ്റ്മെന്റ് ഏത് ഫോൾഡറിലാണ് കിടക്കുന്നതെന്നും അവൾക്ക് അറിയില്ലായിരുന്നു. പ്രിൻസ് തന്നെ അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അവൾ അതിന് ഒരുപാട് താങ്ക്സും പറയുന്നുണ്ട്. അന്നയുടെ കൂടെ അവളുടെ അമ്മ ജെസിയും വന്നിട്ടുണ്ടായിരുന്നു. അവരൊരു സിംഗിൾ മാത്രമാണ്. അന്നയ്ക്ക് താമസിക്കാൻ പറ്റിയ റൂം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ചില ബ്രോക്കേഴ്സിനെയൊക്കെ വിളിച്ച് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞ് പ്രിൻസ് പോകാൻ നേരത്ത് അന്നയുടെ അമ്മ ജെസി പറയുന്നുണ്ട് രാവിലെ വന്നിറങ്ങിയതാ, ഒന്നും കഴിച്ചിട്ടില്ല എന്ന്. ഇവിടെ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിക്കുന്നു. പ്രിൻസ് ആകട്ടെ അവരെ
അവളെയും കൂട്ടി നേരെ പോകുന്നത് സഫിയത്തയുടെ കടയിലേക്കാണ്. അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുമ്പോഴെല്ലാം തന്നെ പ്രിൻസിന്റെ കണ്ണ് അന്നയിലായിരുന്നു. സഫിയയ്ക്ക് മനസ്സിലായി പ്രിൻസിന് അന്യ ഒരു നോട്ടം ഉണ്ടെന്ന്. നിങ്ങൾ റൂം അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ പ്രിൻസ് തന്നെ റൂം ശരിയാക്കി തരുമെന്നാണ് സഫിയ അവരോട് പറയുന്നത്. ഞാനെങ്ങനെ അതൊക്കെ ശരിയാക്കുന്നതെന്ന് പ്രിൻസ് ചോദിക്കുമ്പോൾ അന്നയും കൂടി പ്രിൻസിനോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ. അവൾ അങ്ങനെ സോഫ്റ്റ് ആയിട്ടൊക്കെ ചോദിക്കുന്ന കേട്ടിട്ട് അവളോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് പ്രിൻസ് അതൊക്കെ ശരിയാക്കി കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്റ്റലില് പ്രിൻസ് ആകട്ടെ അവൾക്ക് പറ്റിയൊരു റൂം ശരിയാക്കി കൊടുക്കുന്നു. അവിടുത്തെ മദറിനെ അയാൾക്ക് നല്ല പരിചയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫോർമാലിറ്റീസ് എല്ലാം തന്നെ കഴിഞ്ഞു. മാത്രമല്ല അവളുടെ ലോക്കൽ ഗാർഡിയനായിട്ട് പ്രിൻസിനെ ആയിരുന്നു അവരവിടെ ചേർത്തിരുന്നത്. അവളുടെ ലോക്കൽ ഗാർഡിയനായിട്ട് ഒപ്പിടുമ്പോൾ പ്രിൻസിന്റെ മനസ്സിലെല്ലാം തന്നെ അന്യയെ തനിക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തയായിരുന്നു. അയാൾ ബുട്ടീക്ക് ചെന്നിട്ടും അന്യയുടെ ഫോട്ടോ തന്നെ തന്റെ പാഡിൽ വരച്ചുകൊണ്ടിരിക്കുകയാണ്. സഫിയും പ്രിൻസിനോട് പറയുന്നുണ്ട് ആ പെൺകുട്ടി നല്ല പെൺകുട്ടിയാ, നീ അവളെ കെട്ടാനുള്ള വഴി ആലോചിച്ചോളാൻ. ഇവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നതും അന്ന അവിടേക്ക് വരുന്നു. ഒരു ഹെൽപ്പ് ചോദിച്ചാണ് അവൾ വന്നത്. ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറിന്റെ അക്കൗണ്ട് ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്നു. അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻസ് അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് തന്റെ നമ്പർ പ്രിൻസിന്റെ ഫോണിൽ സേവ് ചെയ്തിട്ടാണ് അന്ന പോകുന്നത്. അന്നയ്ക്കും തന്നോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് പ്രിൻസ് വിചാരിക്കുന്നത്. പോകാൻ നേരത്ത് സാറ് സിംഗിൾ ആണെന്നോടുകൂടി അവൾ ചോദിക്കുന്നുണ്ട്. അതോടുകൂടി പ്രിൻസ് ഉറപ്പിക്കുന്നു അന്നയ്ക്ക് തന്നോട് ഇഷ്ടമുണ്ടെന്ന്. പിന്നീട് പലതവണ ഇവർ കാണുകയും ഒരുമിച്ച് ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അന്ന പ്രിൻസിനെ കാണുമ്പോഴൊക്കെ അവളുടെ അമ്മയും വീഡിയോ കോൾ ചെയ്ത് കാണിക്കുമായിരുന്നു. പ്രിൻസിന്റെ ബുട്ടീക്കിൽ ഡ്രസ്സ് എടുക്കാൻ വരുന്ന സമയത്ത് അന്നയുടെ കൂടെ അമ്മയും ഉണ്ടായിരുന്നു. കേക്കി ആകട്ടെ പ്രിൻസിനോട് പറയുന്നുണ്ട് അന്നയെ ഇംപ്രസ് ചെയ്യണമെങ്കിൽ ആദ്യം അവളുടെ അമ്മയെ ഇംപ്രസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിന്റെ റൂട്ട് ക്ലിയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അന്നയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അന്നയുടെ മമ്മി ജെസ്സിയും നല്ല പോലെ പ്രിൻസ് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അന്ന പ്രിൻസിനോട് ചോദിക്കുന്നുണ്ട് കല്യാണത്തിനെ കുറിച്ച് സാറിന്റെ സങ്കല്പം എന്താണെന്ന്. എനിക്ക് മനസ്സ് തുറന്ന് സ്നേഹിക്കണം അത്രേ ഉള്ളൂ എന്നാണ് പ്രിൻസ് പറയുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. പ്രിൻസിന്റെ ഉള്ളിൽ അന്നയോടുള്ള സ്നേഹം അങ്ങനെ നിൽക്കുന്ന കാരണം അത് എങ്ങനെയെങ്കിലും തുറന്നു പറയണമെന്ന് തോന്നുകയാണ്. ഒരു ദിവസം രാത്രി കുറച്ച് മദ്യപിച്ചിട്ട് പ്രിൻസ് ആകട്ടെ അന്നയോട് തന്റെ ഇഷ്ടം തുറന്നു പറയുന്നു. എനിക്ക് അന്നെ ഒരുപാട് ഇഷ്ടമാണ്. കുറച്ച് നാളായിട്ട് ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ്. എന്റെ ഉള്ള സ്നേഹം ഇങ്ങനെ കടല് പോലെ കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഉമ്മയൊക്കെ കൊടുക്കുന്നു. ആ സമയത്ത് പ്രിൻസ് നിൽക്കുന്നിടത്ത് ഒരു ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ആകട്ടെ പ്രിൻസിനെ പോലീസുകാരെ വിളിക്കുന്നുണ്ട്. നിനക്കെതിരെ ഒരു സ്ത്രീയുടെ പരാതി കിട്ടിയെന്ന് പറഞ്ഞിട്ട്. സൈബർ സെല്ലിൽ നിന്നായിരുന്നു ആ കോള്. പ്രിൻസ് ആകെ പേടിച്ച് അവിടെ എത്തുന്നു. കാരണം അന്ന പോലീസിൽ കംപ്ലൈന്റ് ചെയ്തെന്നാണ് പ്രിൻസ് വിചാരിക്കുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് പ്രിൻസ് അറിയുന്നത് അയാളുടെ മാട്രിമോണി പ്രൊഫൈലിലെ പെൺകുട്ടികളാണ് പരാതി കൊടുത്തിരിക്കുന്നതെന്ന്. അവരെ എല്ലാം തന്നെ പ്രിൻസ് രാത്രി വിളിച്ച് ശല്യം ചെയ്യുന്നുവെന്നും മെസ്സേജ് അയക്കുന്നുവെന്നും ആയിരുന്നു പരാതി. ശരിക്കും അതൊന്നും ചെയ്തത് പ്രിൻസ് ആയിരുന്നില്ല. പ്രിൻസിന്റെ മാട്രിമോണി അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കേക്ക് ആയിരുന്നു പ്രിൻസിന്റെ കയ്യിൽ നിന്ന് ആ അക്കൗണ്ട് വാങ്ങിയത്. എന്നിട്ട് അയാളായിരുന്നു ഈ മെസ്സേജ് എല്ലാം തന്നെ അയച്ചത്. ആ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് ആകട്ടെ അവരോട് പറയുന്നുണ്ട് പ്രിൻസിന് ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും കാലമായിട്ടും കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വിളിക്കുന്നതെന്ന്. അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ തടിതപ്പി പ്രിൻസ് ആവശ്യത്തിന് കേക്ക് കൊടുക്കുന്നു. അങ്ങനെ ഇവർ തമ്മിൽ ഈ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്നയുടെ കോൾ പ്രിൻസിന് വരുന്നുണ്ട്. അന്നയോട് താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അന്ന എന്തായിരിക്കും തിരിച്ചു പറയാൻ പോകുന്നതായിരുന്നു പ്രിൻസിന്റെ ടെൻഷൻ. എന്നാൽ അന്ന പ്രിൻസിനോട് പറയുന്നത് ഇങ്ങനെയായിരുന്നു. തലേന്ന് സാറ് വിളിച്ചിട്ട് എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല. ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നുവെന്ന്. ആ ട്രെയിൻ പോകുന്ന കാരണം തനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞതും ഉമ്മ കൊടുത്തതും ഒന്നും തന്നെ അവളെ കേട്ടില്ല. അതെന്തായാലും നന്നായി എന്ന് പ്രിൻസിന് തോന്നുന്നു. എന്നാൽ കോള് കട്ട് ചെയ്യുന്നതിന് മുമ്പ് അന്ന പറയുന്നുണ്ട് എനിക്ക് സാറിനെ ഒന്ന് നേരിട്ട് കാരണം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനാണെന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരിടത്ത് വെച്ച് മീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. പ്രിൻസിന്റെ കൂടെ കേക്കെ ഉണ്ടായിരുന്നു. അന്നയുടെ കൂടെ മമ്മി ഉണ്ടായിരുന്നു. അവൾ തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞ് കല്യാണത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ് വരുന്നതെന്നാണ് പ്രിൻസ് വിചാരിക്കുന്നത്. എന്നാൽ അവിടെ വന്നിരുന്ന് സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് പ്രിൻസിന് മനസ്സിലാകുന്നത് അന്ന അവളുടെ മമ്മിക്ക് വേണ്ടിയിട്ടായിരുന്നു തന്നെ വിവാഹം ആലോചിച്ചതെന്ന്. അത് കേട്ട് ശരിക്കും പ്രിൻസ് ഞെട്ടിപ്പോയി. അന്നയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് മമ്മിയെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നല്ലോ പ്രിൻസ്. അതെല്ലാം തന്നെ അവളുടെ മമ്മി തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. പ്രിൻസിന് അത്യാവശ്യം നല്ല ഏജ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ മമ്മിയെ കൊണ്ട് പ്രിൻസിനെ കല്യാണം കഴിപ്പിക്കാന്നായിരുന്നു അന്നയുടെ മനസ്സിലും. അല്ലാതെ അന്നയ്ക്ക് പ്രിൻസിനോട് മറ്റൊരു രീതിയിലുള്ള ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ആ സംഭവത്തോടെ പ്രിൻസ് ആകെ തളർന്നു. തനിക്കിനി കല്യാണവും വേണ്ട പെണ്ണും വേണ്ട എന്നുള്ളൊരു മൈൻഡായിരുന്നു പ്രിൻസിന്. ബാംഗ്ലൂരിൽ നിന്ന് പ്രിൻസിന് നല്ലൊരു ഓഫർ കിട്ടിയിട്ടുണ്ട്. അയാൾ അവിടേക്ക് ജോലിക്ക് പോകാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. നാട്ടിലെ ഷോപ്പെല്ലാം തന്നെ കേക്കയോട് നോക്കി നടത്താൻ പറയുന്നു. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു പോയി. ബാംഗ്ലൂരിലേക്കുള്ള ജോലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു പ്രിൻസ്. ആ ടൈമിലാകട്ടെ ജിൻസിന്റെ വൈഫ് പ്രസവിക്കുകയും ചെയ്തു. പ്രിൻസിനെ ഞെട്ടിച്ചുകൊണ്ട് ഇരട്ട കുട്ടികളായിരുന്നു. അനിയന്മാരുടെ ലൈഫ് എല്ലാം തന്നെ മുന്നോട്ട് പോവുകയാണ്. പ്രിൻസിന്റെ ലൈഫ് മാത്രം എങ്ങും എത്താതെ നിൽക്കുന്നു. പ്രിൻസിന്റെ മാട്രിമോണിയിൽ നിന്ന് വരുന്ന റിക്വസ്റ്റുകൾ ഒന്നും തന്നെ അയാൾ നോക്കാറേയില്ലായിരുന്നു. പുതുതായിട്ട് ജനിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് മെഴുകുതിരി കത്തിക്കാൻ പള്ളിയിൽ പോയ സമയത്ത് പ്രിൻസിന് ബാംഗ്ലൂരിൽ നിന്ന് കോള് വരുന്നുണ്ട്. ഓഫർ ലെറ്റർ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് ചെക്ക് ചെയ്യാൻ മെയിൽ തുറന്നപ്പോഴാണ് മാട്രിമോണിയിൽ നിന്ന് വന്നൊരു റിക്വസ്റ്റ് പ്രിൻസ് കാണുന്നത്. ചിഞ്ചു എൽസ റാണി എന്നായിരുന്നു പെൺകുട്ടിയുടെ പേര്. 24 വയസ്സേ ഉള്ളൂ. അത് കണ്ടപ്പോൾ പ്രിൻസിനൊരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നുന്നുണ്ട്. രാത്രി മുഴുവൻ പ്രിൻസ് ആലോചിക്കുന്നുണ്ട് അങ്ങോട്ട് മെസ്സേജ് അയച്ചാലോ എന്ന്. എന്നാൽ പെണ്ണും പെടക്കോഴിയൊന്നും വേണ്ടാന്ന് വിചാരിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ വെറുതെ അങ്ങോട്ട് പോയി നാണംകട നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പ്രിൻസ് മെസ്സേജ് അയച്ചില്ല. എന്നാൽ പിറ്റേന്നാകട്ടെ ചിഞ്ചുവിന്റെ മെസ്സേജ് പ്രിൻസിന് ഇങ്ങോട്ട് വരുന്നു. താൻ റിക്വസ്റ്റ് അയച്ചിരുന്നു എനിക്ക് പ്രിൻസിനോടൊന്ന് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു മെസ്സേജ്. ബൈക്കിലായിരുന്ന കാരണം പ്രിൻസിന് സ്വസ്ഥമായിട്ട് സംസാരിക്കാനും വയ്യ. അയാൾ അടുത്തുള്ള ഒരു പബ്ലിക് ടോയ്ലറ്റിലേക്ക് കയറി. ചിഞ്ചു ആണെന്ന് കരുതിയിട്ട് പ്രിൻസ് ആകട്ടെ നല്ല വോയിസോട് കൂടിയൊക്കെ സംസാരിക്കുകയായിരുന്നു. പക്ഷെ ആ സമയത്താണ് മനസ്സിലാകുന്നത് അത് ചിഞ്ചുവിന്റെ ആന്റി ആയിരുന്നു എന്ന്. ചിഞ്ചുവിന്റെ പ്രൊഫൈൽ കൈകാര്യം ചെയ്യുന്നത് അവളുടെ ആന്റി ആയിരുന്നു. ആ പ്രൊഫൈലിൽ ചിഞ്ചുവിന്റെ ഫോട്ടോസ് ഒന്നും തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല.
ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നേരിട്ട് കാണണമെങ്കിൽ താൻ പറയുന്ന സ്ഥലത്ത് വരാൻ ആന്റി ആകട്ടെ പ്രിൻസിനോട് പറയുന്നു. എന്തായാലും ഒന്ന് പോയി കാണാമെന്ന് പ്രിൻസ് വിചാരിക്കുകയാണ്. ബാംഗ്ലൂർ പോവാൻ തീരുമാനിച്ചിരിക്കുന്നതിന് മുമ്പ് വന്നതല്ലേ, എങ്ങാനും ഓക്കെ ആയി കഴിഞ്ഞാൽ ഈ കല്യാണം സെറ്റ് ആകുമെന്ന് പ്രിൻസിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു. വെറുതെ നാണം കെടാൻ വേണ്ടിയിട്ട് നീ പോകണ്ടെന്ന് കേക്ക് ഒരുപാട് തവണ പ്രിൻസിനോട് പറഞ്ഞെങ്കിലും പ്രിൻസ് അത് കേൾക്കാതെ അവിടേക്ക് പോയി. ഫ്ലവേഴ്സ് ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു പ്രിൻസിനെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആന്റി വന്ന് പ്രിൻസിനെ കണ്ട് സംസാരിക്കുന്നു. അതിനുശേഷം ചിഞ്ചുവിനെ കാണിച്ചു കൊടുക്കുന്നു. ചിഞ്ചുവിനെ കണ്ടതും ആദ്യ കാഴ്ചയിൽ തന്നെ പ്രിൻസിന് ഒരുപാട് ഇഷ്ടമായി. പിന്നീട് വീട്ടുകാർ തമ്മിലായിരുന്നു കാര്യങ്ങളെല്ലാം തന്നെ സംസാരിച്ച് അറേഞ്ച് ചെയ്യുന്നത്. എന്നാലും ചിഞ്ചുവിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഒന്ന് പോയി നേരിട്ട് കണ്ട് സംസാരിക്കണ്ടേ എന്ന് പ്രിൻസിന് തോന്നുന്നു. അവളോട് ഇതുവരെയും പ്രിൻസ് സംസാരിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് അവളുടെ വീട്ടിലേക്ക് പോകാൻ പ്രിൻസ് തീരുമാനിക്കുന്നു. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അവരെല്ലാവരും പ്രിൻസിനെയും കേക്കെയും സ്വീകരിക്കുന്നുണ്ട്. അതേസമയം തന്നെ ചിഞ്ചുവിന്റെ വീട്ടുകാർ ചിഞ്ചുവിന്റെ ഫോട്ടോ പ്രിൻസിന്റെ ഫാമിലിയിലേക്കും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിഞ്ചുവിനെ കണ്ടതും പ്രിൻസും ചിഞ്ചുവും ഒറ്റയ്ക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് മുകളിലെ റൂമിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ചിഞ്ചുവിന്റെ ഫോട്ടോ കണ്ടിട്ട് പ്രിൻസിന്റെ ഫാമിലിയിൽ ഒരു കുട്ടി പറയുന്നുണ്ട്, ഈ ചിഞ്ചു റാണിയെ നിങ്ങൾക്ക് ആർക്കും അറിയില്ലേ എന്ന്. നിങ്ങളുടെ ജനറേഷൻ അറിയാൻ ചാൻസ് ഇല്ല. ചിഞ്ചു റാണി ഒരു യൂട്യൂബ് വ്ളോഗറാണ്. ഒരുപാട് ഫോളോവേഴ്സും ഫാൻസും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടി. അതുപോലൊരു പെൺകുട്ടിയാണ് നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നതെങ്കിൽ അത് അടിപൊളിയായിരിക്കും എന്നാണ് ആ കുട്ടി പറയുന്നത്. പ്രിൻസ് ചിഞ്ചുവിനോട് സംസാരിക്കുമ്പോഴാണ് പ്രിൻസിന് മനസ്സിലാകുന്നത് താൻ വിചാരിച്ച പോലെ അത്ര ശാന്തമായിട്ടൊരു പെൺകുട്ടിയല്ല അവളെന്ന്. അവളിങ്ങനെ വാദോരാതെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. തന്റെ കല്യാണം എവിടെ വെച്ച് നടത്തണം, എത്ര ഗ്രാൻഡായിട്ട് നടത്തണം, എങ്ങനെ നടത്തണം എന്നൊക്കെ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അധികം എന്തെങ്കിലും സംസാരിച്ച് കൊളവാക്കണ്ടെന്ന് കേക്ക് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രിൻസ് അധികം അവളോടൊന്നും സംസാരിക്കുന്നില്ല. പ്രിൻസിന് ഈ കല്യാണം ഓക്കെ അല്ലേ എന്ന് ചിഞ്ചു ചോദിക്കുമ്പോൾ ഒന്ന് പേടിച്ചുകൊണ്ടാണെങ്കിലും പ്രിൻസ് ഓക്കെ ആണെന്ന് പറയുന്നു. ആ റൂമിൽ നിന്ന് തിരിച്ചിറങ്ങാൻ നേരത്താണ് പ്രിൻസ് ശ്രദ്ധിക്കുന്നത് അവിടെ എല്ലാം തന്നെ ക്യാമറ ഓൺ ആയിരിപ്പുണ്ടായിരുന്നു. പ്രിൻസ് തിരിഞ്ഞു നോക്കിയതും ചിഞ്ചു ആകട്ടെ തന്റെ ലൈവുമായിട്ട് നേരെ പ്രിൻസിന്റെ ഫ്രണ്ടിലേക്ക് വരികയാണ്. ചിഞ്ചു പെണ്ണുകാണലെല്ലാം തന്നെ ലൈവായിട്ട് യൂട്യൂബിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിൻസ് തന്നോട് ഓക്കെ പറഞ്ഞെന്നും നിങ്ങൾ വ്യൂവേഴ്സ് എന്താണ് പ്രിൻസിനെ കുറിച്ച് പറയുന്നതെന്ന് കമന്റ് ചെയ്യണമെന്നൊക്കെ ചിഞ്ചു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല ഇയാളെ ഞാൻ കെട്ടണോ വേണ്ടയോ എന്ന് നിങ്ങളാണ് പറയേണ്ടതെന്നും പറയുന്നു. അതിനു വേണ്ടിയിട്ടൊരു വോട്ടിംഗ് കൂടി ചിഞ്ചു അവർക്ക് കൊടുക്കുന്നു. പ്രിൻസിന് ഇതെല്ലാം കണ്ടിട്ട് ആകെ ഒരു ഷോക്കായിരുന്നു. എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ അറിയില്ല. എന്നാൽ ഇതെല്ലാം തന്നെ പ്രിൻസിന്റെ വീട്ടുകാരും ലൈവായിട്ട് അവിടെ ഇരുന്ന് കാണുകയാണ്. അവർക്കതെല്ലാം ഒരു കൗതുകമായിട്ട് തോന്നി. ചിഞ്ചുവിന്റെ ആ വ്ളോഗിങ്ങും കാര്യങ്ങളും ഒക്കെ അവർക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടു. അവളെ കുടുംബത്ത് വന്നു കഴിഞ്ഞാൽ അവളുടെ വ്ളോഗിങ്ങിലൂടെ തങ്ങളും ഫേമസ് ആകുമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. ചിഞ്ചുവിനെ പെണ്ണ് കാണാൻ വന്ന ചെക്കൻ എന്ന രീതിയിലും ചിഞ്ചു വിവാഹം കഴിക്കാൻ സാധ്യതയുള്ള ചെക്കൻ എന്നുള്ള രീതിയിലും ഒക്കെ ഉടനെ തന്നെ നമ്മുടെ പ്രിൻസ് അങ്ങ് ഫേമസ് ആയി. പിന്നെ യൂട്യൂബേഴ്സ് എല്ലാം തന്നെ റിയാക്ഷൻ വീഡിയോയും ട്രോളും ഉൾപ്പെടെ എല്ലാം തന്നെ ഇടാൻ തുടങ്ങി. അതോടുകൂടി നിമിഷം കൊണ്ട് പ്രിൻസ് വൈറലായി. എങ്ങോട്ട് പോയാലും ചിഞ്ചുവിന്റെ ചെക്കൻ എന്ന് എല്ലാവരും പറയാൻ തുടങ്ങി. വോട്ടിംഗിൽ എല്ലാവരും പ്രിൻസിനെ തന്നെ കെട്ടാൻ പറഞ്ഞതോടുകൂടി ഇവരുടെ കല്യാണം ഉറപ്പിക്കുകയും ചെയ്തു. കല്യാണത്തിന്റെ അന്നാകട്ടെ പ്രിൻസ് പേടിച്ചിരിക്കുകയാണ്. ചിഞ്ചു ആകട്ടെ വലിയൊരു ഗ്രാൻഡ് എൻട്രി തന്നെയാണ് നടത്തുന്നത്. ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടായിരുന്നു അവളുടെ വരവ്. പ്രിൻസിന്റെ വീട്ടുകാരും അതെല്ലാം തന്നെ എൻജോയ് ചെയ്തു. ഇതെല്ലാം തന്നെ ലൈവായിട്ട് അവൾ യൂട്യൂബിലൂടെ കാണിക്കുന്നുമുണ്ട്. അവളുടെ കല്യാണ വീഡിയോക്ക് മില്യൺസ് ഓഫ് വ്യൂസ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മീഡിയാസും വന്നിട്ടുണ്ടായിരുന്നു. കാരണം ചിഞ്ചു ഒരു വ്ളോഗർ എന്ന രീതിയിൽ അത്യാവശ്യം ഫേമസ് ആണല്ലോ. വീട്ടിൽ വന്ന് ഇറങ്ങിയതോടുകൂടി പ്രിൻസിന്റെ വീടിനകത്തോട്ട് കയറാൻ പോലും പറ്റാത്തത്ര ആൾക്കാരായിരുന്നു. അത്രയധികം ആൾക്കാർ ക്യാമറയും കൊണ്ട് അവന്റെ അടുത്ത് തന്നെയുണ്ട്. പ്രിൻസിനൊന്നും പറയാനും വയ്യ, ഇതൊന്നും നിർത്താനും വയ്യ. ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നു. കേക്കയോട് ചോദിക്കുന്നുണ്ട് ഇത് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നതെന്ന്. കേക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ലോകത്തുള്ള മലയാളികളെല്ലാം തന്നെ സെർച്ച് ചെയ്യുന്നത് നിന്നെ കുറിച്ചാണെന്ന്. നീ അത്രയധികം വൈറലായിരിക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ ചിഞ്ചു ആകട്ടെ പ്രിൻസിനെ വിളിച്ചിട്ട് മാരേജ് ജമ്പ് എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ള പുഴയിലേക്ക് പ്രിൻസിനെയും കൊണ്ടെടുത്ത് ചാടുന്നു. ഇതെല്ലാം തന്നെ ഒരു കണ്ടന്റ് ആക്കി വീഡിയോ ആക്കി അപ്ലോഡ് ആക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെല്ലാം തന്നെ മില്യൺസ് ഓഫ് വ്യൂസ് ആയിരുന്നു. അവരുടെ ഫസ്റ്റ് നൈറ്റ് ചിഞ്ചുവിന്റെ വീട്ടിൽ വെച്ചിട്ടാണ്. റൂമിലേക്ക് കയറി പ്രിൻസ് ഞെട്ടിപ്പോയി. അവിടെ എല്ലാം തന്നെ ലൈറ്റും സെറ്റപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി ഇവൾ ഫസ്റ്റ് നൈറ്റ് ഷൂട്ട് ചെയ്ത് യൂട്യൂബിലൂടെ എന്നുള്ള പേടിയായിരുന്നു പ്രിൻസിനുണ്ടായിരുന്നത്. അവള് കൂളായിട്ട് പ്രിൻസിന്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് പ്രിൻസിനെ പിടിച്ചെടുത്ത് സംസാരിക്കാൻ ആരംഭിച്ചു. ഈ ക്യാമറാസ് ഒന്നും ഓണല്ല, അതുകൊണ്ട് പേടിക്കണ്ടെന്ന് പറയുന്നു. പ്രിൻസ് ചിഞ്ചുവിനോട് ചോദിക്കുന്നുണ്ട് എന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ തനിക്ക് ഒരുപാട് എന്നെ ഇഷ്ടപ്പെട്ടു എന്ന്. എന്നാൽ ചിഞ്ചു ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നുണ്ട് താൻ ഒരു മാസം ഒരു ഇവന്റിന് വേണ്ടിയിട്ട് ഇറങ്ങണമെങ്കിൽ തന്റെ ആക്സസറീസും മേക്കപ്പും കോസ്റ്റ്യൂമും എല്ലാം ചേർത്തിട്ട് നല്ലൊരു എമൗണ്ട് എന്റെ കയ്യിൽ നിന്ന് ഇറങ്ങും. ഒരു മാസം എനിക്ക് 4 ഇവന്റെങ്കിലും കിട്ടും. അപ്പൊ അതിനെല്ലാം കൂടി ചേർത്തിട്ട് എത്ര രൂപയാണ് എന്റെ കയ്യിൽ നിന്ന് പോകുന്നത്. പ്രിൻസിനെ പോലെ ഒരു ഫാഷൻ ഡിസൈനർ ആയി കഴിഞ്ഞാൽ എനിക്ക് ഈ ചെലവുകളെല്ലാം തന്നെ കുറയും. ഇതാകുമ്പോൾ ബൊട്ടിക്കിൽ നിന്ന് ഡ്രസ്സ് എടുക്കാം. പ്രിൻസ് തന്നെ എന്നെ ഒരുക്കുകയും മേക്കപ്പ് ഇടുകയും എല്ലാം തന്നെ ചെയ്യും. അതുകൊണ്ട് എനിക്ക് വൻ ലാഭമാണ്. അതൊക്കെ നോക്കിയായിരുന്നു അവൾ പ്രിൻസിനെ സെലക്ട് ചെയ്തത്. ഇതൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് പ്രിൻസിനെ ഒരുപാട് ഇഷ്ടമായെന്ന് കൂടി അവൾ പറയുന്നു. അത് കേട്ടപ്പോൾ പ്രിൻസിനെ കുറച്ച് സന്തോഷം തോന്നുന്നുണ്ട്. പ്രിൻസിന്റെ ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണെന്നും പറഞ്ഞിട്ടാണ് അവൾ ഫ്രഷ് ആകാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു പ്രിൻസ്. ഫ്രഷ് ആകാൻ പോയ അവൾക്കാകട്ടെ കുറെ കോൾസ് വരുന്നുണ്ട്. വിവാഹ വീഡിയോ ഇതുവരെ എന്താ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാത്തതെന്ന് എല്ലാവരും ചോദിക്കുന്നു. ടൈം കിട്ടിയില്ല എന്നാണ് അവൾ പറയുന്നത്. ഫ്രഷ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാനത് എഡിറ്റ് ചെയ്തിടാമെന്ന് പറഞ്ഞിട്ട് അവൾ കോള് കട്ട് ചെയ്യുന്നു. പ്രിൻസ് അവൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴും അവളാകട്ടെ നേരെ പോകുന്നത് വീഡിയോ എഡിറ്റ് ചെയ്യാനായിരുന്നു. അങ്ങനെ അവന്റെ ഫസ്റ്റ് നൈറ്റ് കുളമായി. അതൊക്കെ കഴിഞ്ഞിട്ട് പ്രിൻസും ചിഞ്ചുവും പ്രിൻസിന്റെ വീട്ടിലെത്തി. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ അവൾ ഓരോ ദിവസം ഓരോ വ്ലോഗുകൾ എടുക്കുകയായിരുന്നു. ഒരു ദിവസം അമ്മയും കുട്ടിയും കളിക്കുന്ന പോലെ പ്രിൻസിനെ ഒരുക്കി കൊച്ചു കുട്ടികളുടെ പോലെയാക്കി. രാവിലെ ആയപ്പോൾ അതൊന്നും ഓർക്കാതെ അവനാകട്ടെ ഫാമിലിന്റെ മുമ്പിലേക്കും വരുന്നു. എല്ലാവരും അത് കണ്ട് ചിരിക്കുന്നുണ്ട്. വീട്ടിൽ
വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവൾ തന്റെ വ്ലോഗിലിടുമായിരുന്നു. ജാൻസി ആകട്ടെ ചിഞ്ചു വന്നതോടുകൂടി ഭയങ്കര ആക്റ്റീവായി. ജാൻസിയുടെ കുക്കിംഗ് വീഡിയോസ് എല്ലാം തന്നെ ചിഞ്ചു അവളുടെ യൂട്യൂബിൽ ഇടാൻ തുടങ്ങിയതോടുകൂടി ജാൻസി ഒരുപാട് ആൾക്കാർ തിരക്കാനും അവരുടെ റെസിപ്പീസിനെ എല്ലാവരും പുകഴ്ത്താനും തുടങ്ങി. ചിഞ്ചു എപ്പോ വേണമെങ്കിലും ലൈവ് വീഡിയോ എടുക്കുകയും ചെയ്യും, വ്ലോഗ്സ് എടുക്കുകയും ചെയ്യും. അത് കാരണം ബേബി ആകട്ടെ എപ്പോഴും റെഡിയായിരിക്കുകയായിരുന്നു. ചിഞ്ചുവിന്റെ വ്ലോഗ്സിൽ വരാൻ തുടങ്ങിയതോടുകൂടി വീട്ടിലെ എല്ലാവരും സെലിബ്രിറ്റീസിനെ പോലെയായിരുന്നു പെരുമാറാൻ തുടങ്ങിയത്. അങ്ങനെ പ്രിൻസ് ഷോപ്പിലേക്ക് എത്താൻ നേരത്ത് വഴിയിൽ കണ്ട എല്ലാവരും പ്രിൻസിനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് പ്രിൻസിന് മനസ്സിലായില്ല. ഷോപ്പിലെത്തി കഴിയുമ്പോഴാണ് കേക്ക് പറയുന്നത് നീ ഇട്ടിരുന്ന മഞ്ഞ ട്രൗസർ താൻ കണ്ടു എന്ന്. എന്ത് മഞ്ഞ ഏത് മഞ്ഞ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ചിഞ്ചുവിന്റെ വ്ലോഗ്സ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നത്. ചിഞ്ചു രാവിലെ ആകട്ടെ പ്രിൻസിനെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ നേരത്ത് പ്രിൻസ് നല്ല ഉറക്കമായിരുന്നു. മടിയന്മാരായ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞിട്ട് അവളൊരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രിൻസിന്റെ അടിവസ്ത്രം എല്ലാവരും കണ്ടു. അതോടുകൂടി പ്രിൻസിന് ആകെ നാണക്കേടായി. വന്ന് ഒരു പ്രൈവസി ഇല്ലാത്ത അവസ്ഥയായിരുന്നു. സഫേദയുടെ കടയിൽ ഊണ് കഴിക്കാൻ പോകുമ്പോഴും അവിടെ വരുന്ന എല്ലാവരും പ്രിൻസിന്റെ കൂടെ സെൽഫി എടുക്കുകയാണ്. ശില്പ എന്ന് പറയുന്ന പെൺകുട്ടിയാകട്ടെ പ്രിൻസിന്റെ കൂടെ സെൽഫി എടുക്കാൻ നിന്നപ്പോൾ അവളുടെ കാമുകൻ വഴക്ക പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ടുപോയി. ഇവനിങ്ങനെ എപ്പോഴും ബിസി ആയിട്ട് നടക്കുന്നുണ്ട്. സഫിയ പറയുന്നുണ്ട് നീ ആ ചിഞ്ചുവിനെയും കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് ടൂറ് പോകാൻ. കല്യാണം കഴിച്ച് കൊണ്ടുവന്നതല്ലേ, നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ തമ്മിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. അങ്ങനെ ചിഞ്ചുവിനെയും കൊണ്ട് തന്റെ ഹണിമൂൺ ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട് പ്രിൻസ് റെഡിയായി. എന്നാൽ പ്രിൻസിനെ ഞെട്ടിച്ചുകൊണ്ട് ചിഞ്ചു ആകട്ടെ വീട്ടിലെ എല്ലാവരും തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് മിഥുന സിനിമയിലെ കണക്ക് ഒരുമിച്ചൊരു ഫാമിലി ട്രിപ്പ് പോകാം, അതാകുമ്പോൾ വ്ലോഗ്സും വീഡിയോസും എല്ലാം തന്നെ ഒരുപാട് എടുക്കാമെന്നാണ് ചിഞ്ചു പറയുന്നത്. ചിഞ്ചുവിനെ സംബന്ധിച്ച് ഈ വീഡിയോസ് എല്ലാം തന്നെ യൂട്യൂബിലിട്ട് കാശുണ്ടാക്കണം, അതായിരുന്നു അവളുടെ ലക്ഷ്യം. പ്രിൻസിന് ആകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു. അവളുടെ കൂടെ കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ടൂർ പോയ ശേഷം അവൾ എല്ലാവരും കൊണ്ട് റീൽസ് ഒക്കെ എടുപ്പിക്കുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള അവളുടെ ഇവന്റ്സിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എല്ലാം തന്നെ അവൾ പ്രിൻസിന്റെ ഷോപ്പിൽ നിന്നായിരുന്നു എടുക്കുന്നത്. ഒന്നും രണ്ടും അല്ല, കണ്ണിൽ കണ്ട എല്ലാം തന്നെ അവൾ അവിടെ നിന്ന് എടുത്തിട്ട് പോകും. ജാൻസി ആകട്ടെ ഫുൾ ടൈം ആക്റ്റീവ് ആയിരുന്നു. ചിഞ്ചുവിന്റെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ജാൻസിയുടെയും വരാൻ തുടങ്ങി. തന്റെ അമ്മ പോലും ഇതിന് തുണിഞ്ഞിറങ്ങിയിരിക്കുന്ന കണ്ടിട്ട് പ്രിൻസിന് ആകെ കലി വരുന്നുണ്ട്. അതിന്റെ കൂടെ ജിൻസ് ആകട്ടെ ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്നു. അതിനിടയ്ക്കിടയ്ക്ക് പ്രിൻസ് അവനെ വഴക്ക് പറയും. ഇത് കേട്ട് ചിഞ്ചു ജിൻസിനോട് പറയുന്നുണ്ട് നിനക്ക് ഈ ലോകത്ത് ഏത് രാജ്യത്ത് പോകണമെങ്കിലും ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരാമെന്ന്. തനിക്ക് കാനഡയ്ക്ക് പോകണമെന്ന് പറഞ്ഞതോടുകൂടി അവൾ അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ ജിൻസ് കാനഡയ്ക്ക് പോവുകയും ചെയ്യുന്നു. പിന്നീട് ഇവരെല്ലാവരും ചേർന്നിട്ട് പുതിയ കാർ എടുക്കുന്നു. ചിഞ്ചുവിന് നല്ല വരുമാനം കിട്ടുന്നത് കൊണ്ട് തന്നെ ഫാമിലി അവളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം ചിഞ്ചുവിന്റെ ഒരു അങ്കിള് മരിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രിൻസിന് കോള് വരുന്നുണ്ട്. ചിഞ്ചുവിനോട് അത് പറയുമ്പോൾ ചിഞ്ചുവിന് ഭയങ്കര വിഷമമായിരിക്കും എന്നാണ് പ്രിൻസ് വിചാരിച്ചത്. എന്നാൽ ആദ്യം വിഷമിച്ച പോലെ കാണിച്ചെങ്കിലും അവൾ അതും ഒരു കണ്ടന്റ് ആക്കുകയായിരുന്നു. ചിഞ്ചുവിന്റെ ഈ പരിപാടികളിലെല്ലാം തന്നെ പ്രിൻസ് അവളുടെ കൂടെ പോകുന്ന കാരണം പ്രിൻസിന് ഷോപ്പിലുള്ള ശ്രദ്ധയെല്ലാം തന്നെ പോയി. അവിടെ പല കാര്യങ്ങളും മുടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പല കാര്യങ്ങൾക്കും കേക്ക് വിളിക്കുമ്പോഴും പ്രിൻസിന് ഫോൺ എടുക്കാൻ സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ചിഞ്ചു പോയി. ആ ടൈമിൽ ഡ്രൈവറിനെ പോലെ പ്രിൻസും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്രോഗ്രാമിൽ നിൽക്കുന്ന സമയത്ത് ചിഞ്ചുവിന്റെ ഫ്രണ്ട്സ് അവളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഫോൺ എടുക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ടെന്ന്. നീ ട്രെൻഡിങ് നമ്പർ 1 നിന്നും താഴെ ഇറങ്ങിയെന്നും മലബാർ മഞ്ചത്തി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ ട്രെൻഡിങ് നമ്പർ 1 എന്നും പറയുന്നു. യൂട്യൂബിലെ ട്രെൻഡിങ് ലിസ്റ്റിൽ നിന്നും താൻ താഴെ ഇറങ്ങിയത് ചിഞ്ചുവിന് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ ആകെ ദേഷ്യത്തിലായി. കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം തന്നെ അവൾ അത് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴുന്ന വീഡിയോസിന് ഒന്നും തന്നെ അധികം റീച്ച് കിട്ടുന്നില്ല എന്നും എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്നും. എന്നാൽ സമയം 3 മണിയായി, നമുക്കിനി എന്തെങ്കിലും കഴിച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് പ്രിൻസ് പറയുന്നു. ഈ സമയത്ത് എവിടെ നിന്ന് ഫുഡ് കിട്ടാനാണെന്നാണ് അവള് പറയുന്നത്. അതിനെ പറ്റിയ സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് പ്രിൻസ് ആകട്ടെ നേരെ സഫിയയുടെ അടുത്തേക്കാണ് പോകുന്നത്. അവിടേക്ക് ചെല്ലുമ്പോഴും ചിഞ്ചു ആകട്ടെ ഫോണിൽ തന്നെയായിരുന്നു. സഫിയ പറയുന്നുണ്ട് കുറച്ചു നേരത്തേക്ക് അതൊന്ന് മാറ്റിവെക്ക്, ആ ഫോണിന് കുറച്ച് റെസ്റ്റ് കൊടുക്കാൻ. അത് ചിഞ്ചുവിന് ഇഷ്ടപ്പെട്ടില്ല. ബാക്കി എല്ലാവരും പോയിട്ട് നമുക്ക് ഒരുമിച്ചിരിക്കാമെന്ന് പറഞ്ഞിട്ട് സഫിയ അങ്ങോട്ട് പോയപ്പോൾ ചിഞ്ചു ആകട്ടെ പ്രിൻസിനോട് പറയുന്നുണ്ട് ഞാൻ എന്റെ ഫോണിൽ സംസാരിക്കുന്നതിന് ഈ സ്ത്രീക്ക് എന്താ പ്രശ്നമെന്ന്. അത് സഫിയത്തെ ഒരു തമാശ പറഞ്ഞതാണെന്ന് പ്രിൻസ് പറയുന്നു. അങ്ങനെ പ്രിൻസ് അവിടേക്ക് ഇരിക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് വീണ്ടും ചിഞ്ചുവിന് ഒരു കോള് വരുന്നു. അവളത് അറ്റൻഡ് ചെയ്ത് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമ്മളെ ഇപ്പോൾ കാണിക്കുന്നില്ല. അന്ന് രാത്രി വീട്ടിലേക്ക് എത്തിയ ചിഞ്ചു ആകട്ടെ ജാൻസിയോട് പോലും മര്യാദയ്ക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ ആകെ ദേഷ്യത്തിലായിരുന്നു. ഇവൾക്ക് ഇത് എന്തു പറ്റിയെന്നുള്ള ചിന്തയായിരുന്നു വീട്ടിലെ എല്ലാവർക്കും. രാത്രി മുഴുവൻ ഉറങ്ങാതെ തന്റെ വീഡിയോസ് എല്ലാം നോക്കിയിരുന്ന അവൾ കരച്ചിലോട് കരച്ചില്. മലബാർ മഞ്ചത്തിൽ ട്രെൻഡിംഗ് ആയി പോകുന്നത് അവൾക്ക് ഒട്ടും സഹിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അതൊക്കെ ശരിയാവും, നീ തിരിച്ചു വരുമെന്നൊക്കെ പ്രിൻസ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് ആരും വിചാരിക്കേണ്ട, ഞാൻ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് അവൾ പറയുന്നു. പ്രിൻസ് എന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കില്ലെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ എന്തിനും നിന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന്. ചിഞ്ചുവിന് കിട്ടേണ്ട ആടെല്ലാം തന്നെ മലബാർ മഞ്ചത്തേക്ക് പോയിരിക്കുന്നു. അതൊന്നും തന്നെ അവൾക്ക് കിട്ടാത്ത കാരണം അവൾക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. പിറ്റേന്ന് അവൾ നേരെ ഒരു വക്കീലിനെ പോയി കാണുകയാണ്. അവളോട് എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും പറഞ്ഞ് അവൾക്ക് വേണ്ടി വെച്ചിരുന്ന ആടെല്ലാം തന്നെ മലബാർ മഞ്ചത്തേക്ക് കൊടുത്തത് ശരിയായില്ല എന്നും അവർക്കെതിരെ കേസ് കൊടുക്കണമെന്നുമായിരുന്നു ചിഞ്ചു പറയുന്നത്. ആ ടൈമിൽ പ്രിൻസും അവളുടെ കൂടെയുണ്ട്. എന്നാൽ പ്രിൻസിന്റെ ഷോപ്പിലാകട്ടെ ആകെ പ്രശ്നം നടക്കുകയാണ്. കേക്ക് പലതവണ പ്രിൻസിനെ വിളിക്കുന്നുണ്ടെങ്കിലും ഇവളുടെ കൂടെ ഇരിക്കുന്ന കാരണം പ്രിൻസ് കോൾ എടുക്കുന്നില്ല. പ്രിൻസിന്റെ ഫോണിൽ ഇങ്ങനെ നിരന്തരമായിട്ട് കോള് വരുന്നത് കേട്ടിട്ട് ചിഞ്ചുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. നിരന്തരമായ കോള് കണ്ടിട്ട് പ്രിൻസ് അത് അറ്റൻഡ് ചെയ്യുമ്പോൾ ചിഞ്ചു ആകട്ടെ ആകെ ചൂടാകുന്നു. ഇവിടെ ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യം സംസാരിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ ഷോപ്പിലെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കാതെ അത് മര്യാദയ്ക്ക് കട്ട് ചെയ്യാൻ പറയുന്നു. അവൾ ആകെ ചൂടാകുന്ന കണ്ടിട്ട് പ്രിൻസ് പോലും പേടിച്ചുപോയി. വേറെ വഴിയില്ലാതെ പ്രിൻസ് കോള് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഷോപ്പിൽ എത്തിക്കഴിയുമ്പോഴാണ് പ്രിൻസിന് പ്രശ്നം മനസ്സിലാകുന്നത്. ഒരാളുടെ മകളുടെ കല്യാണത്തിന്റെ ഡ്രസ്സിന്റെ കാര്യത്തിൽ
കാര്യത്തിലെ ഡെലിവറിയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാൽ താൻ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് സാധനം ഡെലിവറി ചെയ്യുമെന്ന് പ്രിൻസ് പറയുന്നുണ്ട്. പക്ഷെ അയാൾ പറയുന്നുണ്ട് ഇനി താൻ ഡെലിവറി ചെയ്തിട്ട് എന്ത് കാര്യമാണെന്ന്. എന്റെ മോളുടെ കല്യാണം ഇന്നലെ കഴിഞ്ഞു. അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സ് ഇടണമെന്ന്. അവസാനം നിങ്ങൾ ആ ഡ്രസ്സ് അയക്കാത്ത കാരണം വേറൊരു ഡ്രസ്സ് വാങ്ങിയിട്ട് കരഞ്ഞുകൊണ്ടാണ് അവൾ ആ കല്യാണത്തിന് നിന്നത്. ഇത് കേട്ട് പ്രിൻസ് പോലും ഷോക്കായി പോയി. കാരണം ഇന്നേ വരെ പ്രിൻസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. പ്രിൻസ് കേക്കയോട് ചോദിക്കുന്നുണ്ട് എന്നെ എന്തുകൊണ്ടാണ് ആ ഒരു ഡ്രസ്സിന്റെ കാര്യത്തെ പറ്റി ഓർമ്മിപ്പിക്കാഞ്ഞതെന്ന്. ഞാൻ നിന്നെ പലതവണ വിളിച്ചു എന്നും പക്ഷെ നീ ഒരിക്കൽ പോലും ഫോൺ എടുത്തില്ല എന്നുമാണ് കെ പറയുന്നത്. ചിഞ്ചുവിന്റെ കാര്യങ്ങളുമായിട്ട് പ്രിൻസ് ഇങ്ങനെ നടക്കുന്ന കാരണം ഷോപ്പിൽ ഒരു കാര്യങ്ങളും പ്രിൻസ് കുറച്ചു നാളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. കോൾസ് പോലും എടുക്കുന്നുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ചിഞ്ചുവിന്റെ കൂടെയുള്ള ഈ പോക്കെല്ലാം തന്നെ പ്രിൻസിന്റെ ബിസിനസിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കടയിലെ സ്റ്റാഫ് എല്ലാം തന്നെ പ്രിൻസിനോട് പറയുന്നുണ്ട് നിനക്ക് ഇതിനുള്ള പാഷൻ കൊണ്ടാണല്ലോ നീ ഒരു ഷോപ്പ് തുടങ്ങിയിരിക്കുന്നത്. ഇത്രയും വലിയൊരു നിലയിലെത്തിയിട്ട് അത് ഈസി ആയിട്ട് കൊണ്ട് കളയാൻ നിൽക്കരുത്. നിന്നെ വിശ്വസിച്ചാണ് ഇവിടെ ജോലി നിൽക്കുന്ന എല്ലാവരും കുടുംബം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാപനം തകർന്നു പോയാൽ തങ്ങളുടെ ജോലി നഷ്ടപ്പെടും. അതിനൊരിക്കലും അവസരം ഉണ്ടാക്കരുതെന്ന് പ്രിൻസിനോട് അവർ പറയുന്നു. അങ്ങനെ ആകെ വിഷമത്തില് ബസ്സിൽ പോകുന്ന സമയത്താണ് തന്റെ കൂടെ ഇരിക്കുന്ന ആള് ചിഞ്ചുവിന്റെ ഒരു വീഡിയോ കാണുന്നത് പ്രിൻസ് ശ്രദ്ധിക്കുന്നത്. ചിഞ്ചുവിന്റെ ആ വീഡിയോ സഫിയുടെ കടയെ പറ്റിയായിരുന്നു. ഇനി ആ ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നു. സഫിയുടെ കടയിൽ നിൽക്കുന്ന സമയത്ത് ചിഞ്ചുവിന്റെ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അവളുടെ ഫ്രണ്ട് വിളിച്ചിട്ട് അവളോട് പറയുന്നുണ്ട് നീ മണിക്കൂർ വെച്ച് ട്രെൻഡിംഗ് ലിസ്റ്റിൽ നിന്ന് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും നല്ലൊരു കണ്ടന്റ് ഇട്ടില്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന്. ആ സമയത്ത് അവൾക്ക് തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു സഫിയുടെ ഈ കടയെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന്. ആ കടയിൽ വളരെയധികം മോശമായിട്ടുള്ള ഭക്ഷണമാണ് വിളമ്പുന്നതെന്നും ഒട്ടും വൃത്തിയില്ലാന്നും എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു അവളുടെ വീഡിയോ. സഫിയുടെ ഡ്രസ്സിനെ പറ്റിയും അവിടെ ഇരിക്കുന്ന ഗ്ലാസിനെ പറ്റിയും മേശയിലെ വൃത്തിയില്ലായ്മയെക്കുറിച്ചും എല്ലാം തന്നെ അവൾ പറയാൻ തുടങ്ങി. അവളുടെ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഇവള് പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുകയും ആ കടയെക്കുറിച്ച് മോശം കമന്റുകൾ ഇടാൻ തുടങ്ങുകയും ചെയ്തു. ഇതുപോലൊരു സ്ഥലത്ത് നിന്നും നിങ്ങളെപ്പോലുള്ള ആരും തന്നെ ആഹാരം കഴിക്കാൻ പാടില്ല എന്നാണ് അവൾ ആ വീഡിയോയിലൂടെ പറയുന്നത്. ഇതെല്ലാം കേട്ട് പ്രിൻസ് ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. വീഡിയോ കണ്ട ആള് പോലും പ്രിൻസിനോട് പറയുന്നുണ്ട് ഇതുപോലുള്ള സ്ഥലത്ത് നിന്നൊക്കെ എങ്ങനെയാ ഭക്ഷണം കഴിക്കുന്നതെന്ന്, ഒട്ടും വൃത്തിയില്ലാന്ന്. അവൾ എന്താണോ കാണിച്ചത് അതെല്ലാം തന്നെ ആൾക്കാർ വിശ്വസിച്ചിരിക്കുന്നു. അതിനിടയ്ക്ക് ആ വീഡിയോ കണ്ടിട്ട് സഫിയും പ്രിൻസിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. നിങ്ങളന്ന് വന്നപ്പോൾ മോളെ എനിക്ക് വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റിയില്ല, കടയിൽ നല്ല തിരക്കായിരുന്നില്ലേ, അതിനവൾക്ക് എന്നോടെന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ സോറി പറഞ്ഞതായിട്ട് അവളോട് പറയണമെന്ന് പറയുന്നു. ഈ ഒരു കട കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരെയും ഞങ്ങളുടെ സ്വന്തം മക്കളെ പോലെയും സഹോദരങ്ങളെ പോലും കരുതിയാണ് ഞങ്ങൾ ആഹാരം കൊടുക്കുന്നത്. അതും പറഞ്ഞ് സഫിയ കരയുകയായിരുന്നു. നല്ല ദേഷ്യത്തിലായിരുന്നു പ്രിൻസ് വീട്ടിലേക്ക് എത്തിയത്. എന്നാൽ ചിഞ്ചുവിനോട് അയാൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ചിഞ്ചു ഒരു ഗുഡ് ന്യൂസുമായിട്ടാണ് പ്രിൻസിന്റെ അടുത്തേക്ക് വരുന്നത്. പ്രിൻസ് ഒരു അച്ഛനാകാൻ പോകുന്നു എന്ന് പറയുന്നു. അത് കേട്ടതും പ്രിൻസിന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു. വളരെയധികം സന്തോഷമായിരുന്നു പ്രിൻസിന്റെ മനസ്സിൽ ആ സമയത്ത്. നമുക്ക് ഒരുമിച്ച് ഇത് വീട്ടുകാരോട് പറയാമെന്ന് പറഞ്ഞിട്ട് ഹാളിലേക്ക് എല്ലാവരെയും വിളിച്ചിട്ട് ആ സന്തോഷ വാർത്ത അവർ പറയുന്നു. അത് കേട്ട് വീട്ടിലെല്ലാവരും ഒരുപാട് ഹാപ്പിയായി. എന്നാൽ അടുത്ത നിമിഷം അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇതൊരു പ്രാങ്ക് ആയിരുന്നു എന്ന്. അവൾ അവിടെ ഒരു ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരുടെ എക്സ്പ്രഷൻ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ക്യാമറ ഓരോരുത്തരുടെ മുഖത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ഞാൻ എല്ലാവരെയും ഫൂളാക്കിന്ന് പറഞ്ഞിട്ട് അവൾ ചിരിക്കുകയായിരുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന ജാൻസി പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും നിനക്ക് തമാശ കളിക്കാനുള്ള ആൾക്കാരാണോ എന്ന്, ഇതുപോലുള്ള കാര്യങ്ങളാണോ നീ പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. അവളുടെ ആ പ്രാങ്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എല്ലാവരും ആകെ സങ്കടത്തിലായിരുന്നു. ബേബി അവളോട് പറയുന്നുണ്ട് മോള് ചാച്ചനെ ഫുള്ളാക്കിക്കോ, എത്ര വേണമെങ്കിലും ഞാൻ അതിനു വേണ്ടിയിട്ട് നിന്നുതരാം, പക്ഷെ കർത്താവിനെ ഫുള്ളാക്കാൻ നിൽക്കരുത്. അവരുടെ ആ റിയാക്ഷൻ ഒന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവളെ ദേഷ്യത്തില് റൂമിനകത്തേക്ക് കയറിപ്പോയി. പ്രിൻസ് അകത്തേക്ക് ചെന്നതും ചിഞ്ചു പ്രിൻസിനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. നിന്റെ അമ്മ എന്നെ എടീന്ന് വിളിച്ചത് നീ കേട്ടില്ലേ, അവരിനി ഒരു തവണ കൂടി അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയായിരിക്കില്ല റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്ന്. എന്റെ പപ്പയും മമ്മയും പോലും എന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല. അവരുടെ മുൻപിൽ വെച്ച് ഇനി അങ്ങനെയെങ്ങാണ് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരെ വെറുതെ വിടില്ല. എന്നാൽ ഇത്തവണ പ്രിൻസ് അവളോട് ചൂടാകുന്നു. നിനക്ക് എപ്പിസോഡ് ഉണ്ടാക്കാനും പ്രാങ്ക് കളിക്കാനുള്ളവരല്ല ഞങ്ങള്. നീ കാണിച്ചു കൂട്ടിയ കോമാളിത്തരത്തിന് കൂട്ടുനിന്നു കരുതിയിട്ട് നീ ഇത് മുതലെടുക്കാൻ നിൽക്കണ്ട. എന്നാൽ ചിഞ്ചു തിരിച്ചു പറയുന്നുണ്ട് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന്. നിങ്ങളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ചിഞ്ചുവിന്റെ ഹസ്ബൻഡ് എന്നാണ്. അത്രയുള്ളൂ നിങ്ങളുടെ ഐഡന്റിറ്റി. അത് പറഞ്ഞു കേട്ടതും പ്രിൻസിന് ദേഷ്യം വരുന്നു. അയാൾ രാത്രിയിൽ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ ഫോൺ എടുത്തു നോക്കിയ ചിഞ്ചു ഞെട്ടിപ്പോയി. കാരണം പ്രിൻസ് ആകട്ടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സഫിയുടെ ഹോട്ടലിനെ പറ്റി ചിഞ്ചു പറഞ്ഞ കാര്യങ്ങൾ കള്ളമാണെന്നും ഇവിടെ വളരെയധികം വൃത്തിയായിട്ടാണ് ആഹാരം ഉണ്ടാക്കുന്നതെന്നും വൃത്തിയായിട്ടാണ് വിളമ്പുന്നതെന്നും പ്രിൻസ് പറയുന്നുണ്ട്. പിന്നെ ചിഞ്ചുവിനെ പോലെ ഒരാൾ വന്ന് എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിയിട്ട് അത് അതുപോലെ വിശ്വസിക്കാതെ നിങ്ങളായിട്ട് നേരിട്ട് വന്ന് ആഹാരം കഴിച്ചിട്ട് നിങ്ങളുടെ സ്വന്തം അഭിപ്രായം പറയണം. അത് നിങ്ങളുടെ മാത്രം അഭിപ്രായമായിരിക്കണം. ഒരിക്കലും മറ്റൊരാളുടെ അഭിപ്രായത്തെ നിങ്ങളുടെ അഭിപ്രായമായിട്ട് എടുക്കാൻ പാടില്ല എന്ന് കൂടി പ്രിൻസ് പറയുന്നുണ്ട്. ഇത് കേട്ട് ചിഞ്ചുവിന് ദേഷ്യം വരുന്നു. പ്രിൻസിന്റെ ആ ഒരു വീഡിയോ വൈറലായതോടുകൂടി ചിഞ്ചുവിനെതിരെ ഒരുപാട് നെഗറ്റീവ്സ് ആണ് വരാൻ തുടങ്ങിയത്. ഒരുപാട് ആൾക്കാർ അവളെ ട്രോളാനും റിയാക്ഷൻ വീഡിയോസ് ഇടാനും തുടങ്ങി. അവളെ ദേഷ്യത്തോടെ പ്രിൻസിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ആ വീഡിയോ ഇട്ടത്, അത് മര്യാദയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ. എനിക്കൊരു വീഡിയോ ഇടുന്നതിന് ആരുടെയും പെർമിഷൻ വേണ്ടെന്നും ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യില്ല എന്നും പ്രിൻസ് പറയുന്നു. പക്ഷെ ഇത് തന്റെ ക്രെഡിബിലിറ്റിയാണ് ബാധിക്കുന്നതെന്നാണ് ചിഞ്ചു പറയുന്നത്. എനിക്ക് മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് കാരണം ഒരു ടിപ്പിക്കൽ മല്ലു ഹസ്ബൻഡിന്റെ ഈഗോ ആണ് നിങ്ങൾക്കുള്ളതെന്ന് പ്രിൻസിനോട് അവൾ പറയുന്നു. അതുകൊണ്ട് ഡിലീറ്റ് ചെയ്തിട്ട് സംസാരിച്ചാൽ മതി എന്ന് അവൾ പറയുന്നു. പ്രിൻസിന് ദേഷ്യം വന്നിട്ട് അവിടെ നിന്നും പോയി. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണമെന്ന് ജാൻസി പറഞ്ഞെങ്കിലും നിങ്ങൾ കൂടുതലൊന്നും മിണ്ടണ്ട, ഈ വീട്ടിലെ എല്ലാവരും ഞെളിഞ്ഞു നടക്കുന്നത് എന്റെ പേരിലാണെന്ന് അവൾ പറയുന്നു. ഇവളിങ്ങനെ
തന്റെ മമ്മയോട് ഇത്രയധികം ദേഷ്യത്തോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് മനസ്സിലാക്കിയ പ്രിൻസ് ആകട്ടെ അകത്തു പോയിട്ട് അവളുടെ യൂട്യൂബ് പ്ലേ ബട്ടൺ എടുത്തുകൊണ്ടുവന്ന് തറയിലെറിഞ്ഞു പൊട്ടിക്കുന്നു. നീ ഇത്രയും നേരം പറഞ്ഞതിന്റെ ഫെയിമും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാക്കിയെടുത്തത് എന്റെ പേഴ്സണൽ ലൈഫ് കൂടെ വിറ്റിട്ടാണെന്നാണ് പ്രിൻസ് പറയുന്നത്. അങ്ങനെ വഴക്കുണ്ടാക്കിയ സ്ഥിതിക്ക് ചിഞ്ചു പിന്നെ അവിടെ നിൽക്കുന്നില്ല. അവൾ തന്റെ സാധനങ്ങളും എടുത്ത് തന്റെ വീട്ടിലേക്ക് പോയി. പ്രിൻസിന്റെ വീഡിയോ വൈറലായതോടുകൂടി എല്ലാവരും ചിഞ്ചുവിനെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ചിഞ്ചു കള്ളത്തരമാണ് പറയുന്നതെന്നുള്ള രീതിയിൽ എല്ലാവരും കമന്റ് ഇടാൻ തുടങ്ങിയതോടുകൂടി അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അവളുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെന്ന്. അവള് പറഞ്ഞ ആ ഹോട്ടലിൽ യഥാർത്ഥത്തിൽ പ്രശ്നമുണ്ടെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അവളുടെ സൈഡാകും. അതിന് എന്ത് ചെയ്യുമെന്നായിരുന്നു അവർ ആലോചിക്കുന്നത്. കൂട്ടത്തിൽ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട് എന്നെങ്കിലും അവിടെ നിന്ന് ആരെങ്കിലും ഒക്കെ ആഹാരം കഴിച്ചിട്ട് വയറിളക്കവും വൊമിറ്റിംഗും ഒക്കെ പിടിച്ച് കിടക്കുമല്ലോ, അപ്പൊ ആൾക്കാർ വിശ്വസിച്ചോളൂ എന്ന്. അത് കേട്ടപ്പോൾ ചിഞ്ചുവിന്റെ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. എന്തെങ്കിലും അല്ല, അത് നാളെ തന്നെ ആകണം. നാളെ അങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് ആൾക്കാർ വിശ്വസിക്കും. അതിന് നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമെന്നും അവൾ ഫ്രണ്ട്സിനോട് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ നിൽക്കാമെന്ന് അവർ പറയുകയും അങ്ങനെയാണെങ്കിൽ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ ഫോൺ ഓഫ് ചെയ്തിട്ട് മുങ്ങണമെന്നും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് സഫയുടെ ഹോട്ടലിൽ നിന്നും ആഹാരം കഴിച്ചിട്ട് ഒരു പെൺകുട്ടി ഫുഡ് പോയ്സൺ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതാണ്. അത് ഇടയ്ക്ക് കാണിക്കുന്ന ശില്പ എന്ന് പറയുന്ന ആ പെൺകുട്ടിയായിരുന്നു. അതോടുകൂടി സഫയുടെ ഹോട്ടലിൽ ഇൻസ്പെക്ഷൻ നടക്കുകയും അവരുടെ ഹോട്ടൽ അടച്ചു പൂട്ടുകയും ചെയ്യുന്നു. വാർത്തകളിലെല്ലാം തന്നെ സഫയുടെ ഹോട്ടലായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. അപ്പോഴേക്കും ചിഞ്ചുവിന്റെ വീഡിയോ ആൾക്കാർ കുത്തിപ്പൊക്കാൻ തുടങ്ങി. ചിഞ്ചു പറഞ്ഞത് കറക്റ്റ് ആയിരുന്നുവെന്നും അവിടെ വൃത്തിഹീനമായ ഫുഡാണ് കൊടുക്കുന്നതെന്നും ആൾക്കാർ വിശ്വസിച്ചു. വീണ്ടും ചിഞ്ചുവിന് ഒരുപാട് ഇന്റർവ്യൂസ് കിട്ടുന്നുണ്ട്. അതിലെല്ലാം തന്നെ ചിഞ്ചു പറയുന്നുണ്ട് അന്ന് ഞാൻ ആ വീഡിയോ ഇട്ട സമയത്ത് എല്ലാവരും എന്നെ നെഗറ്റീവ് പറഞ്ഞു. എന്നാൽ എന്റെ കൂടെ നിൽക്കാൻ ഈ 1 മില്യൺ ആൾക്കാരുള്ളപ്പോൾ നെഗറ്റീവ് പറയുന്ന മറ്റു ആൾക്കാരെ ഞാൻ എന്തിനു മൈൻഡ് ചെയ്യണമെന്നാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഈ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ എന്നും അവരുടെ കൂടെ ഉണ്ടാകുമെന്നൊക്കെ ചിഞ്ചു പറയുന്നു. അവരെല്ലാം അതിന് കൈയടിക്കുന്നുമുണ്ട്. അങ്ങനെ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ നേരത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാള് ചിഞ്ചുനോട് പറയുന്നുണ്ട് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ശില്പ എന്ന് പറയുന്ന പെൺകുട്ടി മരിച്ചുവെന്ന്. അത് കേട്ടതും ചിഞ്ചു ആകെ ഞെട്ടിത്തിരിച്ചിരിക്കുകയായിരുന്നു. അവൾക്കൊരിക്കലും ഒരാളെ കൊല്ലാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. മെന്റലി അവൾ ആകെ ഡൗൺ ആയി. ശില്പയുടെ മരണം കൂടി ആയതോടുകൂടി ആൾക്കാരെല്ലാം കൂടി സഫിയുടെ ഹോട്ടലിൽ നേരെ പ്രതിഷേധമായിരുന്നു. അവിടെ എല്ലാം തന്നെ അടിച്ചു തകർക്കാൻ തുടങ്ങി. ഇങ്ങനൊരു സംരംഭം ഉണ്ടാക്കാൻ സഫി ഒരുപാട് കാലം കഷ്ടപ്പെട്ടതാണ്. ഒരു നിമിഷം കൊണ്ട് തകർന്നു പോകുന്നത് സഫിക്ക് സഹിക്കാനാകുന്നുണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ പ്രിൻസ് വന്ന് അവരോട് സംസാരിക്കുന്നു. സഫിയുടെ ഹസ്ബൻഡിനും എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ്. ഈ പ്രശ്നത്തിന് എന്ത് പരിഹാരം ചെയ്യണമെന്ന് പോലും അയാൾക്ക് അറിയില്ലായിരുന്നു. ആ സമയത്ത് അകത്തുനിന്ന് ഒരു സൗണ്ട് കേട്ടിട്ട് പ്രിൻസ് ഓടിച്ചെല്ലുമ്പോൾ കാണുന്നത് സഫി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. പെട്ടെന്ന് കതക് പൊളിച്ച് അവർ സഫിയെ രക്ഷിക്കുന്നു. കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് സഫിയുടെ ജീവൻ രക്ഷിക്കാനായി. പക്ഷെ അപ്പോഴും യൂട്യൂബിലെല്ലാം തന്നെ ആൾക്കാർ സഫിയെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതെല്ലാം അവരുടെ നാടകമാണെന്നും അവരുടെ ഹോട്ടലിൽ ചിഞ്ചു പറഞ്ഞ പോലെ വൃത്തിഹീനമായ ഹോട്ടലാണെന്നും എല്ലാവരും പറഞ്ഞു തുടങ്ങി. ഇതൊക്കെ എന്താ ഇങ്ങനെയെന്ന് പ്രിൻസ് കേക്കയോട് ചോദിക്കുന്നുണ്ട്. ആര് സത്യം അറിയാൻ ശ്രമിക്കുന്നില്ല. ആരൊക്കെയോ പറയുന്നത് കേട്ട് വിശ്വസിച്ച് അതിന്റെ പിറകെ പോവുകയാണ്. നമ്മുടെ നാടാകം മാറിപ്പോയി എന്നാണ് കേക്കെ പറയുന്നത്. എല്ലാവർക്കും ആദ്യം കേൾക്കുന്ന വിശ്വസിക്കാനും അതിന്റെ പുറകെ പോകാനുമാണ് ഇഷ്ടം. സത്യം ആർക്കും വേണ്ട. കേക്കെ പ്രിൻസിനോട് പറയുന്നുണ്ട് നീ ഈ നാട്ടിൽ നിൽക്കാത്തതാ നല്ലത്. ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയ ഓഫർ കളയണ്ട. നീ അവിടേക്ക് തന്നെ പോയിക്കോ. ശില്പയുടെ മരണവും സഫിയുടെ ആത്മഹത്യ എല്ലാം കാരണം ചിഞ്ചു ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. അവരെ കാണാൻ വേണ്ടിയിട്ട് ചിഞ്ചു അവിടേക്ക് വരുന്നുണ്ട്. അവൾ വന്ന് പ്രിൻസിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. താൻ ആ കുട്ടിയെ കൊല്ലണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല, താൻ കാരണം സഫിയത്തെ ഈ അവസ്ഥയിലായി എന്നൊക്കെ പറഞ്ഞ് അവൾ പൊട്ടിക്കരയുന്നു. അവൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പ്രിൻസ് അവളുടെ അവസ്ഥ കണ്ട് സഹിക്കാനാവാതെ അവളെ ചേർത്ത് പിടിക്കുന്നു. ഒരു കാരണവശാൽ നീ പേടിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നു. ഇതിനെപ്പറ്റി നീ ആരോടും ഇനി പറയാനും നിൽക്കണ്ട. താൻ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും പ്രിൻസ് തന്റെ ഒപ്പം നിൽക്കുന്നത് അവൾക്ക് അത്ഭുതമായിരുന്നു. പിന്നീട് കാണിക്കുന്നത് സംസ്ഥാന ആഭ്യന്തരമന്ത്രി മീഡിയയോട് സംസാരിക്കുന്നതാണ്. ശില്പയുടെ മരണവും സഫിയുടെ ആത്മഹത്യ എല്ലാം തന്നെ മീഡിയ ചർച്ച ചെയ്ത വലിയൊരു കേസായതുകൊണ്ട് തന്നെ മന്ത്രി നേരിട്ട് മീഡിയയോട് പറയുന്നുണ്ട് ശില്പയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഫുഡ് പോയ്സൺ അല്ല അവളുടെ മരണത്തിന് കാരണം. വിഷു ഉള്ളിൽ ചെന്നാണ് അവൾ മരിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 8 ഗ്രാം സിങ്ക് ഫോസ്ഫൈഡ്. അതൊരു ആത്മഹത്യാ ശ്രമമായിരുന്നു, ഒരിക്കലും ഒരു ഫുഡ് പോയ്സണിംഗ് അല്ല. മൂവിയുടെ ഇടയ്ക്കൊക്കെ ശില്പയെ അവളുടെ കാമുകനെയും കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ശില്പയുടെ കാമുകൻ ഒരു ടോക്സിക് ലവർ ആയിരുന്നു. ആ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരുന്നു അവളെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. അതിന്റെ തെളിവുകളെല്ലാം തന്നെ പോലീസിന് കിട്ടി. ഇതെല്ലാം തന്നെ പ്രിൻസും കൂട്ടരും കാണുന്നുണ്ടായിരുന്നു. പ്രിൻസിന് അത് കണ്ടപ്പോൾ ഒരു രീതിയിൽ ആശ്വാസം തോന്നുന്നുണ്ട്. കാരണം ചിഞ്ചുവിന്റെ കൈകൊണ്ടല്ല ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ സഫിയുടെ ഹോട്ടലിന് ഈ കേസിൽ ബന്ധമില്ലേ എന്ന് മീഡിയാസ് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ബന്ധമുള്ളതായിട്ട് തങ്ങളാരും പറഞ്ഞിട്ടില്ല എന്നാണ് മന്ത്രി പറയുന്നത്. നിങ്ങൾ എവിടെ നിന്നെങ്കിലും കേട്ടിട്ട് അത് വിശ്വസിച്ച് മറ്റുള്ള ജനങ്ങളെ അറിയിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ്. ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് അതിന്റെ പിന്നിലുള്ള സത്യം എന്താണെന്ന് കൂടി അറിഞ്ഞിട്ട് വേണം ഇനി പ്രചരിപ്പിക്കാനെന്ന് മന്ത്രി മാധ്യമങ്ങൾക്ക് താക്കീത് കൊടുക്കുന്നു. മാത്രമല്ല മീഡിയ അല്ലാതെ കുറെ വ്ളോഗർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ കൂടി അവിടെ ഫോണിലെ ക്യാമറയും തൂക്കി നിൽക്കുന്ന കണ്ടിട്ട് അവരെയും ശകാരിക്കുന്നുണ്ട് മന്ത്രി. കുറെ വ്യൂസിനും ലൈക്സിനും വേണ്ടിയിട്ട് നീയൊക്കെ കാണിച്ചു കൊടുക്കുന്ന അഭിപ്രായങ്ങൾ ഇനിയെങ്കിലും നിർത്താനാണ് അവർ പറയുന്നത്. ഓരോ വാർത്തകളും സത്യമാണെന്നറിയാതെ കുറെ ഫേക്ക് ന്യൂസുകൾ ഇറക്കി വിട്ടിട്ട് അതെല്ലാം തന്നെ മറ്റുള്ളവർ വിശ്വസിക്കുകയും ചെയ്യും. അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നത് സഫിയെ പോലുള്ള ആൾക്കാരാണ്. സഫിയുടെ ആത്മഹത്യാ ശ്രമം അന്വേഷിച്ചിറങ്ങിയ പോലീസ് അവരുടെ ഹോട്ടലിനെതിരെ തെറ്റായ പ്രചരണം നടത്തിയ ചിഞ്ചുവിനെ അറസ്റ്റ് ചെയ്യുന്നു. ആ വാഹനത്തിനുള്ളിൽ നിന്ന് അവൾ പൊട്ടിക്കരയുകയായിരുന്നു. അത് ഷൂട്ട് ചെയ്യാൻ അവൾക്ക് ചുറ്റും ആൾക്കാരുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഹോസ്പിറ്റലിൽ സഫിക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്. അവരുടെ കൂടെ പ്രിൻസ് ഉണ്ടായിരുന്നു. ചിഞ്ചുവിന്റെ ഭാഗത്തുനിന്ന് വന്ന എല്ലാ തെറ്റിനും അവൾ
അവൾക്ക് വേണ്ടിയിട്ട് പ്രിൻസ് മാപ്പ് ചോദിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചിഞ്ചുവിനെ പുറത്തിറക്കാൻ വരുന്നത് ബേബിയായിരുന്നു. രാഷ്ട്രീയത്തിൽ കുറച്ച് പിടിപാടൊക്കെ ഉള്ളത് കൊണ്ട് താൻ ആരെ കൊണ്ട് വേണമെങ്കിലും വിളിപ്പിക്കാമെന്ന് ബേബി പറയുന്നുണ്ട്. മാത്രമല്ല ഹോസ്പിറ്റലിൽ കിടന്ന സഫിയാകട്ടെ ചിഞ്ചുവിനെതിരെ പരാതിയൊന്നും തന്നെ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ചിഞ്ചുവിനെ അവർക്ക് പെട്ടെന്ന് തന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകാൻ പറ്റി. പുറത്തേക്ക് വന്ന ചിഞ്ചുവിനോട് പ്രിൻസ് പറയുന്നുണ്ട് താൻ ഇവിടെ നിന്ന് ബാംഗ്ലൂർക്ക് പോവുകയാണെന്ന്. എന്തായാലും നമ്മൾ തമ്മിൽ ഒരിക്കലും സെറ്റാകില്ല. നമ്മൾ ഒരുമിച്ചത് പരസ്പരമുള്ള ഇഷ്ടം കൊണ്ടല്ലോ. സോഷ്യൽ മീഡിയയിലെ വോട്ടിംഗ് അല്ലേ നമ്മൾ ഒരുമിക്കണമെന്ന് തീരുമാനിച്ചത്. ഇപ്പൊ പോലും നമുക്ക് ചുറ്റും ക്യാമറകളുണ്ട്. നമ്മൾ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ ഒരു സമയം നമുക്ക് പേഴ്സണൽ അല്ല. അത് മറ്റുള്ളവർക്ക് കണ്ടന്റും തമ്പനയിലും ഒക്കെയാണ്. മറ്റുള്ളവർക്ക് കമന്റ് ചെയ്യാൻ ഒരു കോമാളിയായിട്ട് എനിക്കിനി നിൽക്കാൻ വയ്യ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആയിരുന്നു. ഞാൻ ഫോണിലൊരു വിഷ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് നിന്റെ ഒരു റെസ്പോണ്ടും എനിക്ക് കിട്ടിയില്ല. കാരണം നീ അത്രയധികം ബിസിയാണ്. നാഴികയ്ക്ക് 40 വട്ടം നീ എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമായിരുന്നല്ലോ. നിനക്കൊരു പ്രശ്നം വന്നപ്പോൾ അവർക്ക് എവിടെയെന്ന് ചോദിക്കുന്നു. ചിഞ്ചുവിന് അതിനൊന്നും തന്നെ മറുപടി ഉണ്ടായിരുന്നില്ല. നിന്നെ സംബന്ധിച്ച് നിനക്ക് വലുത് നീ മാത്രമാണ്. ആ നിനക്ക് വേണ്ടിയിട്ട് നീ ഏതറ്റം വരെയും പോകും. പക്ഷെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരു ഹസ്ബൻഡ് എന്ന രീതിയിൽ ഞാനൊരു ഫെയിലിയർ ആയിരിക്കും. പക്ഷെ ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ നിന്റെ കൂടെ ഞാൻ എന്നും ഉണ്ടാകും. അത്രയും പറഞ്ഞിട്ട് പ്രിൻസ് അവിടെ നിന്നും പോയി. കാറിൽ കയറി പോകുന്ന വഴിക്ക് പ്രിൻസ് അയച്ച ആ ആനിവേഴ്സറി വിഷസ് വീഡിയോ അവൾ ഓപ്പൺ ആക്കുന്നുണ്ട്. ശരിക്കും അവരുടെ ലൈഫിലെ ഏറ്റവും നല്ല മൊമെന്റ്സ് എല്ലാം തന്നെ അയാൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഒരുമിച്ച് പങ്കുവെച്ച ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങൾ. അതെല്ലാം കണ്ട് ചിഞ്ചുവിന്റെ കണ്ണ് നിറഞ്ഞു. അവൾ അറിയാതെ പോലും ഒരുപാട് നല്ല വീഡിയോസ് അയാൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം മദ്യപിച്ച് ചിഞ്ചു ആകട്ടെ പ്രിൻസിനോട് പറയുന്നുണ്ടായിരുന്നു, അന്ന് ഞാൻ പറഞ്ഞ പോലെ പ്രിൻസേട്ടായി എന്റെ ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ല, എന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആണെന്ന്. അതൊക്കെ കേട്ട് പ്രിൻസ് ഒരുപാട് സന്തോഷിച്ചിരുന്നു. അതെല്ലാം ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ചിഞ്ചു പൊട്ടിക്കരയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പ്രിൻസ് ബാംഗ്ലൂർക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറുന്നതായിരുന്നു. പ്രിൻസ് പ്രതീക്ഷിക്കാതെ അയാളുടെ സീറ്റിനടുത്തായിട്ട് ചിഞ്ചു ഉണ്ടായിരുന്നു. അവൾ എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് കാര്യം മനസ്സിലായി. അവൾക്ക് കുറ്റബോധം ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അയാൾ പറയുന്നുണ്ട്, ഒന്നും പറയാൻ നിൽക്കണ്ട, നമ്മുടെ ലൈഫ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ എന്ന്. അത് കേട്ടതും അവൾ അയാളെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ പഴയ കാര്യങ്ങളെല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന പ്രിൻസിനെയും ചിഞ്ചുവിനെയും കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.